ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ ദേഷ്യത്തോടെ ജലജയോട് പറയുകയാണ്, എൻ്റെയും അബിയുടെയും ജീവിതം തകർത്തത് ആ നന്ദു ആണമ്മേ. എനിക്കിനി അവളെ എൻ്റെ സഹോദരിയായിട്ട് കാണാൻ സാധിക്കില്ല. അവളോട് ഞാൻ എൻ്റെ പ്രതികാരം ചെയ്തിരിക്കും. അവളിനി അനിയുടെ ഭാര്യയായി ഈ അനന്തപുരിയിലേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നന്ദുവിനോട് മാത്രമല്ല നീ പ്രതികാരം ചെയ്യേണ്ടത്, നയനയും നിന്റെ ശത്രുപക്ഷത്ത് തന്നെയല്ലേ എന്നിങ്ങനെ ജലജ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി നവ്യ പറയുന്നുണ്ട്, അതെ, അവൾക്കിട്ടും നല്ലൊരു പണി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നീട് നവ്യയാണെങ്കിൽ സുഖമില്ലാത്ത അനഘയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ്. ഇവള് ആദർശിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിലാണ് ഇവള് താമസിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത് കണ്ട് ദേഷ്യത്തോട് ഓടി വന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ നവ്യയെ കാണിച്ചു കൂട്ടുന്നത്? ഈ വയ്യാത്ത അനഘയെയാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയായ നയനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അനഘയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ജീവിതം തകർത്തിട്ട് അവൾ മാത്രം അങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കണ്ട. ആദർശേട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഇവൾക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. നയനയുടെയും ആദർശേട്ടൻ്റെയും കൺമുന്നിൽ തന്നെയാണ് ഇവള് താമസിക്കേണ്ടത്. നയനയുടെ സന്തോഷം ഇല്ലാതാവണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നയന അനഘയെ അകത്തുകൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അതിനുശേഷം അനഘയോടായിട്ട് നവ്യ പറയുകയാണ്, അനഘെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ആദർശേട്ടന് നയനയെ സ്നേഹിക്കാൻ കഴിയുമോ? അത് കണ്ട് നമുക്ക് സന്തോഷിക്കണം. നയനയുടെ ഈ നവ്യയുടെ ഈ പ്രതികാരമെല്ലാം കാണുമ്പോൾ നയനയ്ക്കും ദേവയാനിക്കും നവ്യയോട് സഹതാപമാണ് തോന്നുന്നത്. എന്നിട്ട് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിൻ്റെ കാമുകിയാണ് ചേച്ചി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ചേച്ചിയുടെ ജീവിതമാണ് അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചി മനസ്സിലാക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണമ്മേ ചേച്ചി പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ കഴിയുക? ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഉണ്ട് മോളെ, ഇതിനൊരു അവസാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയണം. എന്നാൽ നയനയ്ക്കെപ്പോഴും ഇതൊന്നും ചേച്ചിയോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, സമയമാവുമ്പോൾ എല്ലാം ചേച്ചിയോട് പറയാം എന്നൊക്കെയാണ് നയന പറയുന്നത്. ഇല്ലായെങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിയെ തന്നെ നഷ്ടപ്പെടും എന്നൊക്കെയാണ് നയന പറയുന്നത്. ജാമ്യത്തിലിറങ്ങി വീട്ടിലേക്ക് എത്തിയ അഭിയാകട്ടെ അനഘയെ കണ്ട് ആകപ്പാടെ രോക്ഷാകുലനാകുന്നു. ആകപ്പാടെ കാലി തുള്ളിക്കൊണ്ട് അഭി ചോദിക്കുന്നുണ്ട്, നവ്യേ, ഇവളെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആദർശേട്ടനാണോ? അബിയുടെ ദേഷ്യം കണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ അബി ഇത്ര ദേഷ്യപ്പെടുന്നത്? നവ്യെ, മര്യാദയ്ക്ക് ഇവളെ ഇപ്പം തന്നെ ഇവിടുന്ന് മാറ്റിക്കോ, എനിക്കിവളെ കാണുന്നത് പോലും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് അബി വല്ലാതെ വയലൻ്റ് ആവുകയാണ്. ഇത് കണ്ട് നവ്യ അബിയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതിന് നീ എന്തിനാ അബി ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഇത് നിന്റെ കാമുകിയൊന്നും അല്ലല്ലോ, ആദർശേട്ടൻ്റെ കാമുകിയല്ലേ. നയനയും അയാളും അങ്ങനെ സന്തോഷിച്ച് കഴിയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നവ്യയുടെ ഈ വാക്കുകൾ കേട്ട് അബിയാകെ സമനില തെറ്റിയ കണക്കെ എങ്ങനെ നിന്നു. അവൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ആ ജയിലിലെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് ഇവളുടെ മുഖം കാണേണ്ടി വരുമല്ലോ ഈശ്വര. സത്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞാൽ ഇവളും നയനയും കൂടി ഇവിടെ വെച്ച് എൻ്റെ കഥ അവസാനിപ്പിക്കും. ജയിലിലും വീട്ടിലും എനിക്കിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ. ജയിലിലാണെങ്കിൽ ഇവളുടെ അനിയത്തിയുടെ തല്ലുകൊള്ളേണ്ടി വരും, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വായി. എനിക്കിവിടെയും ഒരു രക്ഷയില്ലല്ലോ എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആദ്യയോടെ ഇങ്ങനെ അഭി ആലോചിക്കുകയാണ്. ഇതേ സമയം നവീന് വേണ്ടി പെണ്ണാലോചിച്ചുകൊണ്ട് നവീൻ്റെ അമ്മ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. നന്ദാവനത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് അവർ കനകയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യം നന്ദുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ആകപ്പാടെ ഒരു ഞെട്ടലോടുകൂടിയാണ് നന്ദു ഇത് കേൾക്കുന്നത് പോലും. ഇല്ല, അത് സാധിക്കില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം നവീനേട്ടനോട് പറഞ്ഞിട്ടില്ല, എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു.
ഇത് കേൾക്കുന്ന നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, മോക്കിപ്പോൾ SI ആയതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ കനക ഈ ബന്ധത്തിന് സമ്മതം മൂളുകയും ചെയ്തു. അതുപോലെ സച്ചി എന്നയാൾ ഈ കല്യാണം മുടക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്നും കനക പറയുന്നുണ്ട്. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കുകയാണ്. വിവരം അറിഞ്ഞ് അനിയും ആകെ ഞെട്ടുന്നുണ്ട്. ജാനകി അനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ പോയത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. UK നിന്ന് വരുന്ന നിനക്ക് ചേരുന്ന പെൺകുട്ടിയുമായി നന്ദുവിൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ നിന്റെ വിവാഹം ഞാൻ നടത്തും. എന്നാൽ ഇത് കേൾക്കുന്ന അനി ദേഷ്യപ്പെടുകയാണ് ജാനകിയോട്. എനിക്കിപ്പോൾ ഒരു കല്യാണവും വേണ്ട, നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എനിക്ക് പെണ്ണാലോചിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അനി. കാര്യങ്ങളൊക്കെ അറിഞ്ഞ നവ്യയും നന്ദുവിനെതിരെ ജാനകിയുടെ ഇരിക്കെ നന്ദുവിൻ്റെ കുറ്റം പറയുന്നുണ്ട്. അവൾ ഒരിക്കലും ഈ തറവാട്ടിലേക്ക് വരേണ്ടവളല്ല, അവളെ ഈ തറവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനേ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് ജാനകിയും പറയുകയാണ്, അതെ, ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ജാനകി പറയുകയാണ്. അങ്ങനെ ജാനകി നന്ദുവിൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി നല്ല മുഴുത്ത ഒരു നെക്ലേസ് തന്നെ എടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ജാനകി അജയനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ തലയിൽ നിന്ന് നന്ദു ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമ്മാനം അവൾക്ക് വാങ്ങിച്ചത്. ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ അജയൻ പറയുന്നുണ്ട്, എൻ്റെ ജാനകി, നീ എന്തൊരു ചതിയായി ചെയ്യുന്നത്, അതും നിൻ്റെ സ്വന്തം മകനോട്. നന്ദുവായിരുന്നു അവന് ചേരുന്ന പെണ്ണ്, നീ തന്നെയാണ് ഈ അവസരം തള്ളിക്കളഞ്ഞത്. അതിന് നീ ഇരുന്ന് ഖേദിക്കേണ്ടി വരും. നീ തന്നെയാണ് ഈ അവസരങ്ങളിലൊക്കെ കളഞ്ഞത്. അത് നീ ആലോചിച്ചു. എന്തായാലും സ്വർണം കൊടുക്കാനായിട്ട് ഞാൻ വരുന്നില്ല. നിനക്ക് കൊടുക്കണമെങ്കിൽ നീ തനിയെ കൊണ്ടുപോയി കൊടുക്ക്. അതേസമയം നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നറിഞ്ഞ് അനാമികയും ആകെ തകർന്നു നിൽക്കുകയാണ്. നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടരുതെന്നായിരുന്നു അനാമികയുടെ ആഗ്രഹം. നന്ദുവിന് സച്ചിയെപ്പോലുള്ള ഫ്രോഡുകളെ വേണമായിരുന്നു ഭർത്താവായിട്ട് കിട്ടാൻ എന്നാണ് അവൾ ചിന്തിച്ചു വെച്ചിരുന്നത്, അവൾ ആഗ്രഹിച്ചിരുന്നതും. ഇതൊക്കെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്. നന്ദു ഒരിക്കലും നല്ലൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് പോകാൻ പാടില്ല എന്നും ഈ ബന്ധം എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെയുള്ള അനാമികയുടെ വാക്ക് കേട്ട് അതിനുള്ള പ്ലാനിങ്ങുകളൊക്കെ വേണു പൂർത്തിയാക്കുന്നുണ്ട്. അങ്ങനെ വേണു അനാമികയോട് പറയുന്നുണ്ട്, വിവാഹ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, എന്തായാലും വിവാഹത്തിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവും. 2 പ്രാവശ്യം വിവാഹം മുടങ്ങിയ അവളെ ഇനി ആരും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ജാനകിയാണെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണ് വേണു അനാമികയെ മനക്കോട്ട കിട്ടുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതുപോലെ നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹത്തിന് മുഹൂർത്തത്തിന് തൊട്ടു മുമ്പായിട്ട് നന്ദുവിനെ അവിടെ നിന്ന് വേണുവിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നന്ദുവിനെ മണ്ഡപത്തിൽ കാണാതായതോടുകൂടി അവരെല്ലാവരും തന്നെ കരുതുന്നുണ്ട് നന്ദു ആരുടെയോ ഒപ്പം ഒളിച്ചോടിയതാണെന്ന്. നവീൻ്റെ മാതാപിതാക്കളാണെങ്കിലും കനകയോടും ഗോവിന്ദനോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മകൾ എവിടെ? ആരുടെ കൂടെയാണ് അവൾ ഒളിച്ചോടിയത്? അവൾക്ക് വേറെ പ്രേമബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവൾക്കത് പറയാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കനകയെയും ഗോവിന്ദനെയും പത്മ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം കനക അവരോടായിട്ട് പറയുന്നുണ്ട്, അവൾക്ക് അനന്തപുരിയിലെ പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു, എന്നാൽ അവളതെല്ലാം മറന്നുവെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ഏതായാലും വിവാഹത്തിൻ്റെ മുഹൂർത്തങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദു തിരിച്ചു വരാത്തത് കൊണ്ട് അതൊരു ഒളിച്ചോട്ടം തന്നെയാണെന്ന് എല്ലാവരും അങ്ങ് ഉറപ്പിക്കുകയാണ്. നവീനാണെങ്കിൽ ആകെ പൊട്ടിത്തകർന്നുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം അവിടെ നിന്ന് തിരികെ പോയി. നവീൻ പറയുന്നുണ്ട്, ഇല്ല, ഇനി എൻ്റെ വിവാഹം നടക്കില്ല, ഞാൻ ആഗ്രഹിച്ചൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള നിരാശയായിരുന്നു നവീന്. കല്യാണം മുടങ്ങിയതറിഞ്ഞ് വേണുവിൻ്റെ ആൾക്കാർ നന്ദുവിനെ വിട്ടയക്കുന്നു. തിരിച്ചെത്തിയ നന്ദുവായിട്ട് കരഞ്ഞുകൊണ്ട് കനകയോട് പറയുന്നുണ്ട്, താൻ ഒളിച്ചോടിയതല്ലെന്നും തന്നെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്നും. എന്നാൽ 2 തവണ വിവാഹം മുടങ്ങിയ തൻ്റെ മകളെ ഇനി ആരും സ്വീകരിക്കില്ലല്ലോ എന്നോർത്ത് പറഞ്ഞ് കനക പൊട്ടിക്കരയുകയാണ്. ഈ സമയത്താണ് അനിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം വരുന്നത്. ആരില്ലെങ്കിലും ഞാനുണ്ടാവും അവളെ സ്വീകരിക്കാൻ. അവൾ എൻ്റെ പെണ്ണാണ്, എൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കും. പിന്നീട് കനകയും ഗോവിന്ദനും ഒന്നും അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹത്തിന് എതിര് നിൽക്കുന്നില്ല. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അനി
നന്ദുവിനെ വിവാഹം കഴിക്കുകയാണ്. വിവരം പറഞ്ഞ ജാനകി കോപത്താൽ അലറി. നവ്യ അതിന് ജാനകിയെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ താലി വലിച്ചെറിയണം, പൊട്ടിക്കണം, ഒരിക്കലും ഈ തറവാട്ടിലേക്ക് അവളെ കയറ്റരുത് എന്ന് പറഞ്ഞ് ജാനകിക്ക് എരിവ് കയറ്റിക്കൊണ്ട് നവ്യ. അങ്ങനെ നന്ദുവിൻ്റെ കൈ പിടിച്ച് അനന്തപുരിയിലേക്ക് എത്തിയപ്പോൾ അവരെ തടയുകയാണ് ജാനകി. നന്ദുവിൻ്റെ കഴുത്തിൽ നീ കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറിയാൽ മതിയെന്നും ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് നീ കയറേണ്ടെന്നും ഒക്കെ കോപത്തോടു കൂടി ജാനകി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മറുപടിയായിട്ട് പറയുന്നുണ്ട്, താലി പൊട്ടിച്ചെറിയാനോ വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയോ അല്ല ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ പഠിച്ചവിട്ടില്ല എന്ന് പറഞ്ഞ് വാശിയോടുകൂടി തന്നെ നന്ദുവിനെയും കൂട്ടി വാടക വീട്ടിലേക്ക് പോവുകയാണ്. മകൻ്റെ ഇറങ്ങിപ്പോക്ക് കണ്ട് ജാനകി ആകപ്പാടെ തളർന്നു. ഇതിനിടയിൽ പലതവണ ജലജ ശ്രമിക്കുന്നുണ്ട് നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്നാൽ അതെല്ലാം പാളിപ്പോവുക മാത്രമാണ് ചെയ്തത്. ഒരിക്കൽ പോലും അതൊന്നും വിജയിച്ചില്ല. അവസാനം ജലജ നവ്യോടുകൂടി തന്നെ സഹായം തേടി. നിനക്ക് എന്നേക്കാൾ നല്ല ബുദ്ധിയുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ എങ്ങനെയെങ്കിലും ശ്രമിക്ക്, അവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്ക്. തുടർന്ന് നയനയെ ലക്ഷ്യമിട്ടുകൊണ്ട് നവ്യ ഒരു ക്രൂരമായ പ്രവൃത്തിക്ക് തന്നെ ആസൂത്രണം ചെയ്യുകയാണ്. നയന നടന്നു പോകുമ്പോൾ കാല് വഴുതി വീഴാനും ആ വീഴ്ചയിൽ അവളുടെ കുഞ്ഞില്ലാതാകാനും വേണ്ടിയിട്ട് ആരും അറിയാതെ നവ്യ തറയിൽ എണ്ണയൊഴിച്ചു വെച്ചു. പക്ഷേ ഒളിഞ്ഞു നിന്ന മുത്തശ്ശൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടു കൂടി തന്നെ നവ്യ ചെയ്യുന്ന പ്രവൃത്തിയുടെ തടഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്രയും വലിയ കൊടുങ്കൈ നിന്റെ സ്വന്തം അനിയത്തോട് ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നവ്യെ എന്ന് ചോദിച്ച് ദേഷ്യത്തോടു കൂടി മോന്ത തീർത്ത് നല്ല ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. കുറ്റബോധമൊന്നുമില്ലാതെ തന്നെ നവ്യ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. നയന അങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. അവളുടെ കരച്ചിൽ എനിക്ക് കാണണം. അതിന് അവളുടെ വയറ്റിലെ കുഞ്ഞില്ലാതാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് എന്ത് തെറ്റാണുള്ളത് എന്നൊക്കെ നവ്യ ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകപ്പാടെ നിയന്ത്രണം വിട്ട മുത്തശ്ശൻ സത്യങ്ങളെല്ലാം തന്നെ നവ്യയോട് തുറന്നു പറയുകയാണ്. നീ വിചാരിച്ച പോലൊന്നും അല്ല നവ്യയെ. നിന്റെ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്വന്തം ഭർത്താവിൻ്റെ തലയിൽ അവൾ ആ നാണക്കേട് വലിച്ചു വെച്ചത്. അവനാണ് ആ കുറ്റം ചെയ്തെന്ന് അവളെ സമ്മതിപ്പിച്ചത്. നീ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ത്യാഗം ചെയ്തത്. എന്നിട്ടും നീ അവളെ കൊല്ലാൻ നോക്കുവാണോ? നീ വിചാരിക്കുന്നത് പോലെ ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല, നിന്റെ ഭർത്താവ് അഭി തന്നെയാണ്. ആദ്യം നീ ഇതെല്ലാം അവനോട് പോയി ചോദിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു തരും അനഘ ആരാണെന്ന്. ആദ്യം നീ നിന്റെ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കുക. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി ചെയ്തത്? എൻ്റെ അനിയത്തിയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഞാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയല്ലോ. മുത്തശ്ശൻ ഇപ്പോൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കൈകൊണ്ട് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയല്ലോ. എൻ്റെ ഈശ്വര, ഇതെല്ലാം ചെയ്തത് അഭിയായിരുന്നല്ലേ? എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തവളാണ് നയന. അവൾക്ക് വേണ്ടി എന്തിന് ഞാൻ ഇനി കൂടെ ഉണ്ടാവും? എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച ഞാനൊരു വിഡ്ഢിയായി. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അവനു വേണ്ടി മരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഇങ്ങനെയൊരു തീരുമാനമെടുത്തുകൊണ്ട് പ്രതികാരദേഹിയായി നവ്യ അഭിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്.